ചരടു പിന്നിക്കളിയെക്കുറിച്ചാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇനി. കേട്ടാൽ തോന്നും ഇത് ഒരു കളി മാത്രമാണെന്ന്. എന്നാൽ കൃത്യമായ ചുവടുകൾ വെക്കുന്ന ഒരു കലാരൂപം കൂടിയാണിത്. നഷ്ടപ്പെട്ടു പോയ ഇന്നലകളെ തിരിച്ചുപിടിക്കാനുള്ള നല്ലൊരു നീക്കം കൂടിയാണിത്. ബഹ്റൈനിലെ ഒരു കൂട്ടം കലാകാരന്മാരും കുട്ടികളും ചേർന്ന് അവതരിപ്പിച്ച ചരടു പിന്നിക്കളിയെക്കുറിച്ചാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇനി. കുട്ടിക്കൂട്ടത്തിൽ ആഹ്ലാദം ചുരത്തിയ ഈ ചുവടുവെപ്പിന്റെ പേരാണ് ചരടു പിന്നിക്കളി. ഉത്തരത്തിൽ നിന്ന് താഴ്ത്തിയിട്ട അനേകം ചരടുകൾ അവ കരുതലോടെ കയ്യിലെടുക്കണം. എന്നിട്ട് കൃത്യമായ ചുവടുവെപ്പുകൾ നടത്തണം. അതിലൂടെ ഉറിയും ഊഞ്ഞാലും വലകളുമൊക്കെ പിന്നെ ഉണ്ടാക്കണം. എളുപ്പമല്ല, ശരിക്കും ബുദ്ധിപരമായ കലാരൂപം. ഗണിതശാസ്ത്രം, ജാമിതീയം എന്നിവയുടെ ആസൂത്രണപരത അതുമാത്രം പോരാ, ഒപ്പം മനോഹര നൃത്ത ചുവടുകളും വേണം. എങ്കിൽ മാത്രമേ ചരടു പിന്നിക്കളി അരങ്ങിലും പുറത്തും ലക്ഷ്യം നേടൂ. നാട്ടു നന്മയ്ക്കൊപ്പം അന്യം നിന്ന പഴയ കളികൾ, അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം. വിഷ്ണു നാടകഗ്രാമം എന്ന നാടക പ്രവർത്തകനാണ് പിറകിൽ. ഇന്ത്യക്ക് വെളിയിൽ ആദ്യമായാണ് ചരടു പിന്നിക്കളിക്ക് ബഹ്റിനിൽ വേദിയൊരുങ്ങുന്നത്. തെക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം കളിയാണ് ചരടു പിന്നിക്കളി. തിരുവാതിരയോടൊപ്പമാണ് ഈ കളി അവതരിപ്പിച്ചിരുന്നത്. വീടിൻ്റെ മച്ചിലോ മരത്തിൻ്റെ ചില്ലയിലോ ഒക്കെ കെട്ടിയ വട്ടിൽ നിന്ന് താഴേക്ക് വരുന്ന കയറുകളിൽ പിടിച്ച് കുട്ടികൾ നൃത്തം ചെയ്യുന്നു. ശ്രീകൃഷ്ണൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് ചരടു പിന്നിക്കളി അവതരിപ്പിച്ചിരുന്നത്. ശരിക്കും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ അത്തരം ഗുരുക്കന്മാരില്ല എന്ന് തന്നെ പറയാം. നാടൻ കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ബഹ്റിൻ കേരളീയ സമാജത്തിലെ ചിൽഡ്രൻസ് തിയേറ്റർ വിഭാഗം ഞങ്ങൾ കുട്ടികളുമായി ചേർന്ന് നമ്മൾ ചരടുപിന്നിക്കളി പ്രാക്ടീസ് ചെയ്യുന്നത്. പഴയ കളികളുടെയും കലകളുടെയും പുനരാവിഷ്കാരം, അതിനായി ജീവിതം ഒഴിഞ്ഞുവച്ചിരിക്കുകയാണ് തിരുവനന്തപുരം വിതുര സ്വദേശി വിഷ്ണു എന്ന കലാകാരൻ. തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് തിയേറ്റർ സംവിധാനത്തിൽ ബിരുദം. വിഷ്ണുവിന്റെ ഫോക്ലോർ പഠന താൽപര്യം ചരടു പിന്നിക്കളി എന്ന കലാരൂപത്തോടുള്ള താൽപര്യത്തിൽ കലാശിച്ചു. ശരിക്കും വിതുര എന്ന് പറയുന്നൊരു ഒരു കൊച്ചു ഗ്രാമത്തിൽ സുധാകരൻ എന്ന് പറയുന്നൊരു എൻ്റെ ഗുരുവായ അദ്ദേഹം ആണ് ശരിക്കും കുഞ്ഞുകുട്ടി അമ്മയെ ഈ കളിയുമായിട്ട് നമ്മളെ പഠിപ്പിക്കാനായിട്ട് അവിടേക്ക് വരികയും ഞങ്ങളന്ന് ചെറുപ്പത്തിലെ തന്നെ ഈ കളി പഠിക്കുകയും അതിനുശേഷം ഒരുപാട് സ്ഥലങ്ങളിൽ പ്രോഗ്രാം ചെയ്യും, ഈ കലയെ പ്രോത്സാഹിപ്പിക്കുകയും നാടൻ കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ചരടുപിന്നിക്കളി ഞങ്ങൾ പഠിക്കാനൊക്കെ തയ്യാറായത്. അതിനുശേഷം ഞാനിപ്പോൾ ബഹ്റിനിലേക്ക് വന്നു. ബഹ്റിൽ വന്നതിന് ശേഷം ഇപ്പോൾ ചിൽഡ്രൻസ് തിയേറ്ററിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ കലാരൂപം പഠിപ്പിക്കുന്നത്. അവരത് വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കുകയും പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ കല ഇവിടെ പഠിപ്പിക്കുന്നത്. നർത്തകനും നർത്തകിക്കും വേണ്ട മറ്റൊന്നു കൂടിയുണ്ട്, തികഞ്ഞ ശ്രദ്ധയും ഏകാഗ്രതയും. വിഷ്ണുവിന്റെ സ്വപ്നം കൂടിയാണ് ഈ കുരുന്നുകൾ ആഹ്ലാദത്തോടെ ചരടിൽ പിന്നിയെടുത്തത്. 3 ഘട്ടങ്ങളിലായാണ് ചരടു പിന്നിക്കളിയുടെ പൂർണ്ണത. ശ്രീകൃഷ്ണനും രാധികമാരും ചേർന്ന് ഉറി തുന്നിക്കളി, ഊഞ്ഞാൽ തുന്നിക്കളി, ആളെ ചുറ്റിക്കളി എന്നിങ്ങനെ. ഉറിയിൽ അമ്മ യശോദ ഒളിച്ചുവെച്ച വെണ്ണ കട്ടെടുത്തു തിന്നുന്ന ഉണ്ണിക്കണ്ണന്റെ ലീലാവിലാസമാണ് ആദ്യഘട്ടമായ ഉറി തുന്നിക്കളി. യശോദയുടെ നിർദ്ദേശപ്രകാരം നദീതീരത്ത് ഗോപികമാർ ഊഞ്ഞാൽ ഉയർത്തുന്നതും ഉണ്ണിക്കണ്ണനെ താരാട്ടുപാടി ഉറക്കുന്നതുമാണ് 2ാം ഘട്ടമായ ഊഞ്ഞാൽ തുന്നിക്കളി. കാളിയമർദ്ദനവുമായി ബന്ധപ്പെട്ട കഥാവിഷ്കാരമായ ആളെ ചുറ്റിക്കളിയായിരുന്നു 3ാം ഘട്ടം. സമാജം കലാവിഭാഗം സെക്രട്ടറി മനോഹരൻ പാവറട്ടി, ചിൽഡ്രൻസ് തിയേറ്റർ കൺവീനർ രമു രമേശ് എന്നിവരുടെ അർപ്പണം കൂടിയുണ്ട് ഈ കളി വിജയത്തിന് പിന്നിൽ. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കലാരൂപങ്ങളെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ബഹ്റിൻ കേരളീയ സമാജത്തിലെ ചിൽഡ്രൻസ് തിയേറ്ററിലെ ഈ കൊച്ചു കലാകാരന്മാർ ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്നത്. നൃത്തവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കലയായതുകൊണ്ട് നമ്മുടെ കുട്ടികൾ കൂടുതലും നൃത്തത്തിൽ താല്പര്യമുള്ളവരും അത് പരിശീലിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായി 1 മാസത്തെ പരിശീലനത്തിന് ശേഷമാണ് ഞങ്ങൾ ഈ കല ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്.
കുട്ടികളെ ചമയിച്ചൊരുക്കിയത് സപ്ന ദാമു, ഫാത്തിമ ഖമീസ്, സൗമ്യ കൃഷ്ണപ്രസാദ് എന്നിവർ. നന്ദി പറയേണ്ടത് രക്ഷിതാക്കളോടല്ല, ബഹ്റിൻ കേരളീയ സമാജം ചിൽഡ്രൻസ് തിയേറ്ററിനോടും അണിയറ ശില്പികളോടും. പിന്നിട്ട 2 മാസമായി നടന്ന കുറ്റമറ്റ പരിശീലനം അതിന്റെ സായുജ്യം കൂടിയാണിത്. ഞങ്ങൾ എല്ലാ ദിവസവും ഭയങ്കര സന്തോഷത്തോടെ ഭയങ്കര ഒരു ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കൊരു ജോളിയായിട്ട് തോന്നി, ഒരു ബോറടി ഒന്നും തോന്നില്ല. ചില ഡാൻസ് ഒക്കെ നമുക്കാണെങ്കിൽ ചിലപ്പം ബോറടിക്കും, ബട്ട് ഇതാണ് നല്ല രസത്തോടെ കളിക്കുന്നത്. ഭയങ്കര ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിന്റെ നല്ല തുടർച്ചകൾ, അതിനാവട്ടെ ഇനിയുള്ള കാത്തിരിപ്പ്.